എന്നാലും ഇവിടെ ഇത്ര ബുദ്ധിമുട്ടായിട്ടും എന്നോട് പൈസ തിരിച്ചു വാങ്ങാൻ തോന്നിയല്ലോ അമ്മേ. ഓൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും മോളെ. ആയിക്കോട്ടെ അമ്മേ, എന്നാലും ഓന് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ എന്നാ ഓൻ അത്ര ചെലവാ അവിടെ? ഇത്ര പെട്ടെന്ന് ഓൻ എന്നെ വേണ്ടാണ്ടായി. നാളെ തന്നെ പൈസ വേണമെന്നാ പറയുന്നത്. ഇതെങ്ങാനും എൻ്റെ ഏട്ടനോട് പറയാൻ പറ്റുവാ? അതിന്റെ മാനക്കേട് നമ്മളെ കുടുംബത്തിനല്ലേ. മോളൊരു കാര്യം ചെയ്യും, ആ കാശ് കൊടുക്കണ്ട, ഞാൻ പറഞ്ഞോളാം അവനോട്. ആ ശരി അമ്മേ, എനക്കും അവനോട് കരഞ്ഞു പറയാനൊന്നാവില്ല. അമ്മ എന്നെ പറഞ്ഞാൽ മതി. അമ്മ പറഞ്ഞാലും അവൻ കേൾക്കും. ശരി, നീ കരയണ്ട മോളെ. അത് ഓർത്തിട്ട് നീ വിഷമിക്കുക വേണ്ട, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. ആ ശരി അമ്മേ. എന്തായി? സക്സസ്. ആ കാശ് എനിക്ക് കൊടുക്കണ്ട, അത് അമ്മ നോക്കിക്കോളൂ. ഓ, രക്ഷപ്പെട്ടു. നീ ഒരു കാര്യം ചെയ്യ്, നമുക്കിന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം. ആ എന്നാ പിന്നെ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഭഗവാനെ, നന്ദിയുണ്ട് ഇതേപോലെ കുടുംബസ്നേഹമില്ലാത്ത ഒരാളെ ഭാര്യയായി തന്നത്. എടാ ജിതിനെ. എന്താ അമ്മേ? എടാ, നീ അനൂരിടുന്ന് പൈസ എങ്ങാനും തിരിച്ചു ചോദിച്ചായിരുന്നോ? ഓ, ഇത് ഇത്ര പെട്ടെന്ന് അമ്മയുടെ ചെവിയിലെത്തിയാ? അതെന്താടാ, ഇവിടെ നടക്കുന്ന കാര്യം അപ്പം ഞാൻ അറിയണ്ടേ? അമ്മക്കറിയാലോ അമ്മേ, അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ. കെട്ടിച്ചുവിട്ടതിന് ശേഷവും അവളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പം ഞാനാ. പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ ക്യാഷാ ഇപ്പം മാസം എത്രയാണെന്നറിയൂ. പലിശ കൊടുത്ത് ഞാൻ മടുത്തു. ഇത് ഇന്നലെയും തുടങ്ങിയെന്നല്ല, ഇതേപോലെ കുറേ പ്രാവശ്യം അവൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ആ പാവത്തിന്റെ കയ്യിൽ നിന്നാണ് പൈസ തിരിച്ചു വാങ്ങണ്ട്? തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ അവരോട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. ഓളെ കെട്ടിച്ചു കിട്ടൂന്ന് പറഞ്ഞിട്ട് അത് നിന്റെ അനിയത്തി അല്ല ഉണ്ടാവുക. ശരി അമ്മേ, എന്നാ പിന്നെ ഇനി അവളോട് ഞാൻ കാശ് ചോദിക്കുന്നില്ല, പോരെ? ഏട്ടാ, ഏട്ടന്റെ വിഷമമൊന്നും ആരും ഇട്ട് മനസ്സിലാക്കൂല. ഏട്ടൻ നല്ല രീതിയിലല്ലേ ഓളെ കെട്ടിച്ചു വിട്ടെ. അതിന്റെ കടം പോലും ഇവിടെ നിങ്ങൾ തീർത്തിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി ഓള് തരാനുള്ള പൈസ ഓളെ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരും കേട്ടാ. ഏയ്, അതൊന്നും ശരിയാവില്ലണേ. അവനോടെല്ലാം പോയി ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് മാനക്കേടല്ലേ. നിങ്ങളിങ്ങനെ അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഓളെ ഇനിയും നിങ്ങളിങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാത്തിനും ഒരു പരിധിയില്ല ഏട്ടാ. നോന്ന് പറയാൻ ഇനിയെങ്കിലും ഏട്ടനൊന്ന് പഠിക്ക്. അമ്മേ, മോളാകെ ക്ഷീണിച്ചു പോയല്ല. ഒന്നും പറയണ്ട അമ്മേ, അവിടെ ഭയങ്കര പണിയാണ്. പിന്നെ ഞാൻ വന്നത് അനീഷേട്ടൻ്റെ അനിയത്തിന്റെ മോളെ പിറന്നാളിന് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലേ, അടുത്ത ആഴ്ചയാന്ന്. അമ്മ എന്തായാലും വരണം കേട്ടോ. പിന്നെ വരുമ്പോഴേ ഗിഫ്റ്റായിട്ട് കളിപ്പാട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. വല്ല സ്വർണത്തിന്റെ മാലയോ വളയോ ഒന്നും കൊണ്ടുവന്നാൽ മതി. അവരൊക്കെ വലിയ ആൾക്കാരാ, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനാ നാണക്കേട്. നീ ഏട്ടനോട് പറഞ്ഞിനാ? ഏട്ടനോടൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, അത് അമ്മ എന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഏട്ടനോട് പറയാന്നാലും. അമ്മ എന്നാ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോകാനുണ്ട്. ശരി, പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടാ. ഞാൻ ഇറങ്ങാം. അടുത്ത ആഴ്ചയാണ് എക്സാം. ആയിക്കോട്ടെ. എടാ ജിതിനെ. ആമേ. എടാ, ഇന്ന് അനു വന്നിട്ടുണ്ടായിരുന്നു. അവളെ വീട്ടിൽ നിന്ന് ഒരു പിറന്നാള് പറഞ്ഞിട്ടില്ലേ, അപ്പൊ നമുക്ക് അതിനെന്താ ഗിഫ്റ്റ് കൊണ്ടുപോണ്ടേ? ഓള് പറയുന്നത് ഗോൾഡന്റെ കൊടുക്കണം എന്നാണ്. അല്ലമ്മേ, ഗോൾഡൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് വലിയ പൈസ ആവില്ലേ? നമുക്ക് ചെറിയ എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുത്താൽ പോരെ? ഏയ് അതൊന്നും പോരാ, ഗോൾഡ് തന്നെ വേണമെന്ന് ഓള് പ്രത്യേകിച്ച് പറഞ്ഞേ. ഇല്ലെങ്കിൽ നമുക്ക് അഭിമാനക്കുറവല്ലേ, നമ്മളെ കുടുംബത്തിന് അതിന്റെ നാണക്കേട്. അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഏട്ടന്റെ അവസ്ഥ അമ്മക്ക് അറിയുന്നല്ലേ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഏട്ടൻ പെടുന്ന പാട് അമ്മ കാണുന്ന തന്നെയല്ലേ. അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഗോൾഡിൽ നമ്മൾ കൊടുക്കുക? നീ മിണ്ടിപ്പോറ്. എനിക്ക് ഇക്കാര്യത്തിൽ പറയാൻ ഒരു അവകാശമില്ല. എന്റെ മോൻ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റിയത്. ഒരു തരി സ്വർണ്ണമില്ലാണ്ടല്ലേ നീ ഈ വീട്ടിലേക്ക് കയറി വന്നേ, എന്നിട്ട് എന്നോട് തർക്കുത്തരം പറയുന്ന. അമ്മേ, ഒരു കാര്യം സംസാരിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം അതിന്റെ ഇടയിൽ വലിച്ചു വെക്കരുത്. മിനി, നീ മിണ്ടാതിരിക്കേ. അമ്മയോട് അങ്ങനൊന്നും പറഞ്ഞൂടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, ഞാൻ ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നാലും മോളെ, ഓള് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഓള് പെട്ടെന്ന് പറഞ്ഞേരം ഞാനൊന്ന് പതറിപ്പോയി. അവളെ അമ്മയൊന്ന് സൂക്ഷിച്ചോ, അവസാനം അമ്മേനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിന്നാ മതി. അതെങ്ങനെയാ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ വീടും പറമ്പും എൻ്റെ പേരിലല്ലേ ഉള്ളത്. ഇത് ഞാൻ എങ്ങനെയായാലും ഓനെ എഴുതി കൊടുക്കാൻ പോകുന്നില്ല. ഓനൊരാണല്ലേ, ഓളെ വാക്കും കേട്ടിട്ട് ഇങ്ങനെ മാറാൻ പാടണ്ട. ഓളെനി മാപ്പ് പറയാണ്ട് ഞാനിവിടെ നിർത്തിക്കൂല രണ്ടാളി. അതെ അമ്മേ, വിട്ടുകൊടുക്കരുത്.
അമ്മയോട് തർക്കുത്തരം പറയാൻ മാത്രമായ ഓളെ കണ്ട് എന്തായാലും മാപ്പ് പറയിപ്പിക്കണം. അവക്കുള്ളത് ഇപ്പൊ കിട്ടും. അമ്മേ, ഇങ്ങനെ പട്ടിണി കിടന്നാൽ ആരോഗ്യം ക്ഷീണിക്കുന്നല്ലാണ്ട് വേറെ എന്താ സംഭവിക്കുക? ആരോടെ ഈ വാശി? അതേടാ, അവൾ എന്നോട് മാപ്പ് പറയാണ്ട് ഞാൻ ഇവിടുന്ന് ജലപാനം കുടിക്കൂല. തെറ്റ് ചെയ്യേണ്ട ഞാൻ എന്തിനാണമ്മേ മാപ്പ് പറയുന്നത്? ഏട്ടന്റെ വിഷമം കണ്ട് സഹിക്കാൻ കഴിയാനാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാപ്പ് പറയാൻ എനിക്ക് പറ്റൂല. മാപ്പ് പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ എന്നെ അനുസരിക്കാത്ത ഒരാൾ ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. എന്റെ മരണശേഷം ഈ വീടും പറമ്പും ആർക്കും കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് എന്ത് തീരുമാനിക്കാനാണ്? അമ്മേന്റെ പുന്നാരം മോക്ക് തന്നെ ആയിരിക്കില്ലേ വീടും പറമ്പും. ഏട്ടൻ ഇനിയെങ്കിലും ജീവിക്കണമെങ്കിൽ എൻ്റെ കൂടെ വാ. ഇത്രയും നല്ലെങ്കിലും എനക്കും ഉണ്ടാടെ ഒരു വീട്. അവിടെ ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരൂല. അമ്മേ, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അമ്മ ഇതുവരെ നമ്മൾ നോക്കിയത്. ഞങ്ങൾ പൊയ്ക്കോളാം. പക്ഷേ ഈ ഒരു തീരുമാനം തെറ്റാണെന്ന് അമ്മക്കൊരിക്കൽ ബോധ്യമാവും. പോടാ, ഓളെ വാലും തൂങ്ങിപ്പോ. ഇനി ഈ വീടിന്റെ പടി നീ ചവിട്ടി പോറും. നീ അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. മോളെ, വീട്ടിലെ സാധനം എല്ലാം കഴിഞ്ഞു പോയി. നീ എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കൊണ്ട് തന്നാട്ടെ. അയ്യോ അമ്മ, എനിക്ക് തീരെ സമയമില്ല. ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അമ്മ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് ആരോടെങ്കിലും പറഞ്ഞു. എടി, ഞാൻ നിനക്ക് പൈസ അയച്ചു തരാം. ഞാൻ ഇവിടുന്ന് പിന്നെ ആരോടാ പറയണ്ട്? എനിക്ക് നടക്കാനൊന്നും കഴിയുന്നുമില്ല. പൈസ അയച്ചു തരുവാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സാധനം വാങ്ങാൻ പോകാണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ അമ്മക്കും വാങ്ങാം. ഞാൻ കൊണ്ടുവരാം അങ്ങോട്ട്. മറക്കല്ലേ അമ്മേ, പൈസ അയച്ചു തരണേ. ആ, അയക്കാം. അമ്മേ, ഇതാ സാധനം കൊണ്ടുവന്നിട്ടുണ്ടേ. എന്നാലും അമ്മേ, ഓള് ഭയങ്കര സാധനം തന്നെ. കല്യാണം കഴിഞ്ഞേരേ എനിക്ക് തോന്നിനി ഓള് ഏട്ടനെയും കൊണ്ടുപോയി പോകുന്നു. ഓള് വന്നേ പിന്നെയാണ് ഏട്ടൻ എന്നോടുള്ള സ്നേഹം എല്ലാം കുറഞ്ഞേ. ഇനിയിപ്പോൾ അമ്മ എന്നാ ചെയ്യാ? ഇവിടുത്തെ വീട്ടിലെ കാര്യം ആരാ നോക്കുക? ഇനി എൻ്റെ എല്ലാ കാര്യവും നോക്കാൻ നീ ഇല്ലേ? വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നമാണ് അമ്മേ. ഇത്ര ചെലവ്. ഏട്ടൻ്റെ അന്നത്തെ ബിസിനസ് മൊത്തം പ്രശ്നത്തിലാണ്. ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പും എല്ലാം കൂടി ഭയങ്കര ചെലവാണ്. ബിസിനസ്സും തുടങ്ങിക്കോട്ട്, അത് നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമല്ലേ. പക്ഷെ അമ്മ, അതിനെല്ലാം ഒരുപാട് പൈസയാവും. അമ്മ സഹായിച്ചാൽ പെട്ടെന്ന് നടക്കും. അതിന് എൻ്റെ കയ്യിൽ ഇടുന്ന ആടി കാശ്. ഞാൻ എന്തെങ്കിലും പൈസ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലല്ലേ കിട്ടുന്നതെല്ലാം ഞാൻ എനിക്ക് അയച്ചു തരലല്ലേ. എൻ്റെ കയ്യിലൊന്നുമില്ല. അമ്മ വിചാരിച്ചാൽ പണത്തിനുള്ള വഴിയുണ്ട്. ഈ വീടും പറമ്പും നമുക്ക് പണയം വെക്കാം. പിന്നെ നമുക്ക് പൈസ കിട്ടുമ്പോൾ തിരിച്ചെടുത്താൽ പോരെ. അപ്പോൾ ഈ വീടും പറമ്പും പണയം വെച്ചാൽ പിന്നെ ഞാനെവിടെയാ പോയി നിൽക്കുക? അമ്മക്ക് വയസ്സാവല്ലേ. ഇവിടെ എത്ര കാലം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റക്ക്? നമുക്ക് എൻ്റെ കൂടെ വരാലോ. പിന്നെ അമ്മേ, അമ്മക്ക് വയസ്സായി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മേൻ്റെ പേരിൽ ലോൺ കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും, ഈ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ എഴുതിത്താം. പിന്നെ നമുക്ക് ബിസിനസ് ചെയ്ത് കാശ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് അമ്മേൻ്റെ പേരിൽ തന്നെ എഴുതിത്തരാം. ശരി, നല്ലൊരു കാര്യത്തിനല്ലേ. മക്കളെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഓനെങ്കിലും നന്നാവട്ടെ. മറ്റോനും അങ്ങനെയായി. ആ അമ്മേ. ആ മോനെ വാ. അമ്മ അറിഞ്ഞായിരുന്നോ ഞാനൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്? ആ, അറിഞ്ഞു. മോള് പറഞ്ഞു എന്നോട്. നിങ്ങൾ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അമ്മ ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. എത്ര കാലം എന്ന് വെച്ചിട്ടാ ഒറ്റയ്ക്ക് നിൽക്കുക? നമുക്ക് അങ്ങോട്ടേക്ക് വന്നോ, അവിടെ സുഖമായിട്ട് ജീവിക്കാം. മോനോട് ഇരിക്ക്, അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. അമ്മയാ? അമ്മ എന്താ ഈ നേരത്തെ ഇവിടെ? എല്ലാം ഓക്കെ അല്ലേ? അതെല്ലാം സെറ്റാണ്. ഈ വീടും പറമ്പെല്ലാം കൂടി ഏകദേശം ഒരു 60 സെന്റങ്ങ് വരും. ഇന്നത്തെ വിലക്ക് 1 കോടി ഉറുപ്പിയോളം വരും കേട്ടാ. അതാണ് നമുക്ക് ചൂള് വിലക്ക് കിട്ടാൻ പോകുന്നത്. അതെ, പിന്നൊരു കാര്യം, ഈ അമ്മയെ കുറെ കാലം എന്റെ വീട്ടിൽ നിർത്തിക്കാൻ പറ്റില്ല. പ്രശ്നം. ഒരു കാര്യം ചെയ്യും, കുറച്ച് നാൾ നമുക്ക് അവിടെ നിർത്താം. പിന്നെ വല്ല കഷ്ടപ്പാടിന്റെ എല്ലാം കഥ പറഞ്ഞിട്ട് ഓൾഡേജ് ഹോമിലെല്ലാം കൊണ്ടാക്കാം. ഞാനിത് മുന്നേ പ്രതീക്ഷിച്ചതാ. അമ്മ പേടിക്കണ്ട, അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം.